ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഡ്രാമ വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ നിഷ രാജീവ്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ സ്ലീപ്ലെസ് പ്രിൻസസിൻ്റെ 16ാമത്തെ എപ്പിസോഡാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനോട് കൊലയാളികളെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് നിന്നെ ടാർഗറ്റ് ചെയ്യുന്നത്, അതിനുവേണ്ടി എന്തുവാണ് നിൻ്റെ കയ്യിലുള്ളതെന്ന് ചോദിക്കുന്നു. അതിന് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ മനസ്സിൽ പറയുകയാണ്, എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ ഇവിടുത്തെ വളർത്തുപുത്രിയാണ് എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ഇത് എൻ്റെ അച്ഛനിൽ നിന്നും കിട്ടിയ പാരമ്പര്യമായ കഴിവ് കാരണമാണ് എന്ന് അവൾ മനസ്സിൽ പറയുകയാണ്. അപ്പോഴത്തേനുമാണെങ്കിൽ നമ്മുടെ ലൂജി ആണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ പ്രിൻസസിനോട് പറയുകയാണ്, പ്രിൻസസ് വളരെ ക്ഷീണിതയാണ്, അവളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവിടാമെന്ന് പറയുന്നുണ്ട്. അതിനും നമ്മുടെ ഹീറോ ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അതിന് ചോദിക്കുകയാണ് ഹീറോ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ലൂജി ആണെന്നുണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിൽ അടിച്ച ടാറ്റു കാണിക്കുകയാണ്. അതായത് നമ്മുടെ ഹീറോ ആണെങ്കിൽ കയ്യിൽ കിട്ടിയിരുന്ന ഒരു എംബ്ലം ഉണ്ടല്ലോ, അതേ എംബ്ലമാണ്, അതേ ചിഹ്നമാണ് ഇവരുടെ ശരീരത്തും. അതിനും ഇദ്ദേഹം പറയാണ്, ഹീറോ പറയാണ്, ജിയുവായും എൻ്റെ ചേട്ടൻ്റെ മരണമായിട്ട് ഇതെന്തോ ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത്രയുമാണ് ആ എപ്പിസോഡിൽ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ ആൻറ്റിയെ, അതായത് ആ മുത്തശ്ശിയെ പരിചരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അതിനും പറയുന്നുണ്ട്, എൻ്റെ ചേട്ടൻ്റെ സ്ഥാനത്തേക്ക് നാളെ ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. നിങ്ങൾ ഉണർന്നു കഴിയുമ്പോൾ എന്നോട് ദേഷ്യമായിരിക്കും എന്ന് എനിക്കറിയാമെന്നൊക്കെ ഇദ്ദേഹം ആ മുത്തശ്ശിയോട് പറയുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ സന്തോഷമായിട്ടും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുമെന്ന് പറയുന്നു. എനിക്കിത് ഒഴിയാൻ പറ്റത്തില്ല, അതായത് ഇതിൻ്റെ കടമയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജീവനെയാണ്, ജീവൻ്റെ കൊട്ടാരമാണ് കാണിക്കുന്നത്. അവിടേക്ക് നമ്മുടെ ഡോങ്ഷി കടന്നു വരികയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്, നിന്നെ കൊലയാളികൾ ആക്രമിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, ഇല്ല എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണ് ചോദിക്കുകയാണ്, അതെ എൻ്റെ അച്ഛന് ശത്രുക്കൾ വല്ലതും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരെ പറ്റി വല്ലതും അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ ഡോങ്ഷി പറയുകയാണ്, അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാനും രാജാവും അദ്ദേഹത്തിൻ്റെ നല്ല പ്രിയപ്പെട്ട ശിഷ്യന്മാരായിരുന്നു എന്ന് പറയുകയാണ് ഡോങ്ഷി അവളോട് പറയാണ്, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിൻ്റെ ഷൂവിൻ്റെ കൊട്ടാരത്തിലോട്ട് പോകാൻ പറയുന്നുണ്ട്. അന്നേരം ഇവൾ പറയാണ്, അയ്യോ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് ചോദിക്കുമ്പോഴേ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയാണ്, ഞാനാണെന്നുണ്ടെങ്കിൽ പന്നിയായി മാറി അവിടുത്തെ ആ മുത്തശ്ശി കണ്ടു എന്ന് തോന്നുന്നു പറയുന്നുണ്ട്. അതിന് ഡോങ്ഷി ഇവിടെ ഒരുപാട് വഴക്ക് പറയാണ്, നീ എന്തിനാണ് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, എല്ലാം നടക്കേണ്ട പോലെ അങ്ങ് നടക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയെ ഓർക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഡോങ്ഷിയോട് പറയുന്നുണ്ട്, എല്ലാവരും ദുഷ്ടന്മാരൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ പറയാണ്, ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണുമെന്ന് പറയുമ്പോൾ ഡോങ്ഷി വന്ന് ഇവിടെ തിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മുടെ ഡോങ്ഷി ആണെങ്കിൽ കയ്യിൽ നിന്നൊരു മരുന്നെടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് അവർക്ക് കൊടുക്കൂ, അവർ കഴിഞ്ഞ് കണ്ട കാര്യങ്ങളെല്ലാം മറന്നു പോകുമെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് വളരെ സന്തോഷമായിട്ട് ഇവിടെ മേടിച്ചിട്ട് ചോദിക്കും, ഇത് കഴിച്ചാൽ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ദോഷവശങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ കാണുമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഇവിടെ തിരിച്ചു കൊടുത്തിട്ട് പറയും, ജനറലിനോടെല്ലാം പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഡോങ്ഷി ആണെങ്കിൽ ഇവിടെ തടയാണ് ചെയ്യുന്നത്. ഞാനും ഷിൻചാനും ഒക്കെ ഒരുപാട് പേര് നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളെല്ലാം പെട്ടുപോകുമെന്ന് പറയുമ്പോൾ ഇവിടെ പറയും, ശരി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഡോങ്ഷി ആണെങ്കിൽ ഇവിടെ കയ്യിലെ മരുന്ന് ഏൽപ്പിച്ചിട്ട് പറയും, നീ എന്തായാലും ഇത് കൊടുത്ത് നോക്കും, ഒരു കുഴപ്പം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അവിടെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശിവന്റെ കൊട്ടാരമാണ്. അവിടേക്ക് നമ്മുടെ ശിവന്റെ കൊളിക വന്നിട്ട് പറയുകയാണ്, നമ്മുടെ രാജകുമാരിക്ക് മരുന്ന് കൊടുത്ത ആളെ കിട്ടിയെന്ന് പറയുന്നു. നമ്മുടെ തായുവിനെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് രണ്ടുപേരും കൂടി. അവൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവൾ പറയുകയാണ്, ഞാൻ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ പ്രിൻസസും ജനറലും തമ്മിൽ നല്ല അടുപ്പം ഉണ്ടാകാനാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അടുപ്പം ഉണ്ടായാലേ അവൾ ഇവിടുന്ന് പോകത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയാണ്, അത് നിനക്ക് മനസ്സിലായി, പക്ഷേ അവൾക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കൊളി അവനെ കള്ളനോട്ടുണ്ട്. അതിന് പെട്ടെന്ന് അവനിങ്ങനെ മാറിയിട്ട് അവളോട് പറയും, ശരി കുഴപ്പമില്ല, നീ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രിൻസസിന്റെ കൊട്ടാരമാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ അവളിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കല്ലെറിഞ്ഞിട്ടിരിക്കുമ്പോൾ അവൾ കുറേ അവിടുത്തെ തോഴികൾ ഇങ്ങനെ പോയാണ്. എന്നിട്ട് അവൾ വന്നിട്ട് തൊട്ട് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അവളെയാണെന്നുണ്ടെങ്കിൽ വളരെ റെസ്പെക്ട് ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. ഇവിടെ പക്ഷേ ഒന്നും മൈൻഡ് ചെയ്യാതെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു ഡ്രസ്സ് തരാമോ, എൻ്റെ ഡ്രസ്സെല്ലാം അഴുക്കായി, കഴിക്കാൻ കൂട്ടി തരാമോ എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷേ ഇവരാരും ഇവളോട് സ്നേഹത്തോടെ ഒരു വാക്ക് സംസാരിക്കുന്നില്ല. അതിന് പറയുന്നുണ്ട്, നിനക്ക് എന്താ അവിടുത്തെ ജനറലിൻ്റെ വീട്ടിൽ നിനക്കൊന്നും തരാറില്ലായിരുന്നെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഇവിടെ വാദിക്കുകയാണ്, അതായത് എനിക്ക് അവിടെ നല്ല സുഖമാണ്, നല്ല രീതിയിലാണ് ഞാൻ അവിടെ കഴിയുന്നത്, എനിക്ക് നല്ല രീതിയിൽ ഫുഡും ഡ്രസ്സും എല്ലാം കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ പറയാണ്, ശരിയാണ്, ഇത് നിന്റെ വീടല്ല എന്ന് പറയുന്നു. ഇത് കേട്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ഇങ്ങനെ വരികയാണ്. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് ചോദിക്കും, നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇന്നെൻ്റെ ഫസ്റ്റ് ഡേ ആണ്, അതുകൊണ്ട് ഇവിടേക്ക് ഒന്ന് കാണാമെന്ന് കരുതി വന്നതാണ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജനറൽ ഹസ്ബൻഡ് ആണെന്ന് അറിയാതെ അവർ കുറേ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം നമ്മുടെ ഹീറോ പറയാണ്, നിങ്ങൾ പേടിക്കുന്ന ഒരു ജനറലിനെ പറ്റി കേട്ടിട്ടുണ്ടോ, അത് ഞാനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ഇവരുടെ അടുത്ത് പറയുന്നുണ്ട്, ഇതെൻ്റെ വൈഫാണ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ വളരെ അഭിമാനത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഇവർ പേടിച്ചങ്ങ് പോയി നമ്മുടെ ഹീറോയിനെ എടുത്ത് ഒരു ബാറ്റ് പോലുള്ള ഒരു വടി എടുത്തിട്ട് കൊടുക്കുമ്പോഴും എടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, ഇതാണ് ഇതിൻ്റെ ഭാവിയിൽ നമ്മുടെ മോന് വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ അന്നേരം ചിരിക്കുന്നുണ്ട്. അതായത് ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവൻ ഈ വടി വെച്ചിട്ട് അതിന് ഉത്തരം പറയുമെന്ന് പറയുന്നുണ്ട്. അത് ചോദിക്കുന്നത്, ഇതാര് പറഞ്ഞു മോനായിരിക്കുമെന്ന്. അന്നേരം പറയുന്നുണ്ട്, മോളും കാണുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് വെച്ചിട്ട് അവിടെ നല്ല പെയിൻറ്റിങ് ചെയ്യുമെന്ന് പറയുന്നു. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് കേട്ടോ നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോ ഇങ്ങനെ പുറകിൽ വന്നിട്ട് പറയാണ്, അത് ചെയ്യൂ, എനിക്ക് നിന്റെ രഹസ്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിടയിൽ പല മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഞാൻ ഒരിക്കലും ഷിൻചാൻ പറഞ്ഞതുകൊണ്ടല്ല നിന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നതെന്ന് പറയുന്നു.
പറയുന്നു, നീ എന്തെങ്കിലും എന്നെ വിട്ട് പോവുകയാണെങ്കിൽ നീ ഷിൻചാനെ സ്നേഹിച്ച പോലെ വിശ്വസിച്ച പോലെ എന്നെയും വിശ്വസിക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ എന്നാൽ ബർത്ത് സ്റ്റോണിനെ പറ്റി പറഞ്ഞാലോ എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിയു ആണെങ്കിൽ ചോദിക്കുകയാണ്, ഞാനൊരു പന്നിയായോ എലിയായോ മറ്റെന്തെങ്കിലും ജീവജാലങ്ങളായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടുവോ, എന്നെ സ്നേഹിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയുകയാണ്, നീ പന്നിയായിട്ട് മാറിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അന്നേരം പറയും, ഞാനാണെങ്കിൽ അതിനെ കിസ് ചെയ്തു, അതിന്റെ നോസിൽ കിസ് ചെയ്തു, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ ഒരു പന്നിയാണ് എന്ന്. അന്നേരം നമ്മുടെ ഹീറോയിൻ ചോദിക്കാൻ, എന്നിട്ട് പേടിയില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പറയും, ഇല്ല പേടിയില്ല, നീ അന്നും അതായത് ഇവരാണെന്നുണ്ടെങ്കിൽ അന്ന് ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ തായ് കലർത്തിയ മരുന്നുണ്ടല്ലോ അത് കഴിക്കുമ്പോൾ അന്ന് നിന്നെ കണ്ടപ്പോഴും നിന്റെ മൂക്കൊക്കെ കണ്ടപ്പോഴും ആ പന്നിയെ പോലെ ചുമന്ന് തുടുത്താണ് ഇരുന്നതെന്ന് പറയുന്നുണ്ട്. ശരി, ഇന്ന് നിങ്ങൾക്ക് നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ രാത്രി എൻ്റെ കൂടെ ഡിന്നർ കഴിക്കാവോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഹീറോ പറയാണ്, ശരി ഞാൻ നേരത്തെ ഇതർ ജോലിയൊക്കെ ഒതുക്കി വരാമെന്ന് പറയുകയാണ്. ശരി എന്നാൽ ശരി, ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് റൗണ്ടൊക്കെ ഒന്ന് ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് വരാമെന്ന് പറയുന്നു. നമ്മുടെ ഹീറോ പറയാണ്, നീ തിരിച്ചു വന്നിട്ട് തായിനോട് വഴക്കൊന്നും ഉണ്ടാക്കരുതെന്ന് പറയുന്നു. ഇത് കേട്ട് നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്, ഞാനെന്തിനാ തായിനോട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളാണ് നിനക്ക് മരുന്ന് തന്നതെന്ന് പറയുന്നു, ഭക്ഷണത്തിൽ കലർത്തി മരുന്ന് തന്നത് അവളാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ജിയോവിന് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, അവൾ കാരണമാണ് നമുക്ക് രണ്ടുപേർക്കും ഇതുപോലെ മനസ്സ് തുറക്കാൻ പറ്റിയതെന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ഹീറോയുടെ കയ്യിൽ നിന്ന് ആ വടി മേടിച്ചിട്ട് എനിക്കിത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ സീൻ വെച്ചാൽ നമ്മുടെ തായുവും നമ്മുടെ ചിയുവും തമ്മിലുള്ള സംഭാഷണമാണ്. അത് നമ്മുടെ തായു പറയുകയാണ്, നിന്റെ സ്വപ്നങ്ങളൊന്നും മാറ്റി മറിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവളെ സമാധാനപ്പെടുത്തിയിട്ട്, കുഴപ്പമില്ല, നീ എന്റെ നല്ലത് വേണ്ടിയല്ലേ ചെയ്തതെന്ന് പറയുന്നുണ്ട്, നീ നിന്റെ ജീവനേക്കാളും എന്നെയാണ് ഒരുപാട് സംരക്ഷിക്കുന്നതെന്ന് എനിക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. അന്ന് നമ്മുടെ തായു പറയാണ്, ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ആരോടാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ തായു അത് പറയുന്നതേ ഇല്ല. അന്ന് പറയുന്നുണ്ട്, ശരി ഇനി ആരോടും പറയണ്ട എന്ന് പറഞ്ഞിട്ട് പറയാണ്. ശരി എങ്കിൽ നീ പറയണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ തായു ചോദിക്കുകയാണ്, ശരി പോട്ടെ, നമ്മുടെ ജനറലുമായിട്ട് നീ ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ വളരെ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ പറയാണ്, നമ്മുടെ ചിയു പറയാണ്, ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പല ആപത്ഘട്ടങ്ങളിലും അതെല്ലാം മറന്നിട്ട് ഒരു പെൺകുട്ടിയെ രക്ഷിച്ചിട്ടുണ്ടല്ലോ, ഞാൻ അയാൾ ഒരുപാട് വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണ് ആ സീൻ അവിടെ വൈൻഡപ്പ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ലൂജിയായിട്ട് അയാളുടെ ചേട്ടന്റെ ഓഫീസിലേക്ക് വരികയാണ്. അവിടെ വന്നിട്ട് ഇവിടെയാണ് ചേട്ടൻ ഇരുന്നത്, ഇവിടെയാണ് ചേട്ടൻ ടൈം സ്പെൻഡ് ചെയ്തതെന്ന് പറയുന്നത് പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ ഈ കൊട്ടാരം എല്ലാം ചുറ്റി കാണിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൂജി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയെ വിളിച്ചിട്ട് ആ കൊട്ടാരത്തിന് ചുറ്റും നടക്കുകയാണ് ചെയ്യുന്നത്. അല്ല ഇങ്ങോട്ട് നമ്മുടെ ചിയു വരുവാന്നൊക്കെ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ലൂജിയോട് തിരക്കാണ്. അന്നേരം ലൂജി പറയാണ്, അവളൊരു വിയേർഡ് ക്യാരക്ടറാണ്, പക്ഷേ ബോൾഡ് ആണ് എന്ന് പറയുന്നുണ്ട്. അവൾക്കാണെങ്കിൽ രാത്രി ഉറക്കമില്ല, രാത്രിയിൽ അവൾ എവിടെ നോക്കിയാലും അവളെ കാണാമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിർത്തിയിട്ട് ലൂജി പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം നമ്മുടെ ഹീറോ അവിടെ നിൽക്കുമ്പോൾ കുറേ പേപ്പറുകൾ കത്തിക്കുന്നു. ചെന്ന് നോക്കുമ്പോൾ അതിന് പേപ്പർ കിട്ടുന്നുണ്ട്. ആ പേപ്പർ നമ്മുടെ പ്രിൻസസിനെ വളർത്തിയ അമ്മയുണ്ടല്ലോ, ആ ആന്റി അവിടെ വരുന്നുണ്ട്. അവരോട് ചോദിക്കുന്നുണ്ട്, ഇത് ആരാണെന്ന് ചോദിക്കുന്നു. അന്നേരം പറയുന്നുണ്ട്, നമ്മുടെ പ്രിൻസസിനെ നേരായ കൈകളിലാണ് കിട്ടിയത്, എനിക്ക് വളരെ ആദ്യമായിരുന്നു കല്യാണത്തിന് ശേഷം പ്രിൻസസിന്റെ അസുഖത്തെക്കുറിച്ചുള്ള ആദ്യം എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇവിടെ ഒരു രാജ്ഞി ഉണ്ടായിരുന്നു, രാജ്ഞിയുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പേരിൽ, ഇവിടെ ഒരു പടയാളിയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ അവിടെ എന്താണ് നടന്നതെന്ന് ആർക്കും അറിയില്ല, അതെല്ലാം കൈകാര്യം ചെയ്തത് രാജാവാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഹീറോ ഉറപ്പിക്കുകയാണ്, തന്റെ സഹോദരനുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നത് ഈ രാജ്ഞിക്കായിരിക്കാം, അങ്ങനെ തന്റെ സഹോദരൻ ഇവിടെ വെച്ച് ബാധിക്കപ്പെട്ടു എന്നാണ് നമ്മുടെ ഹീറോ വിചാരിക്കുന്നത്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സമയം നമ്മുടെ ചിയു ഓടി വന്നിട്ട് നമ്മുടെ ഹീറോയും വലിച്ചിട്ട് അകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ ചെന്ന ഉടനെ ഇവർ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ചിയു ആണെന്നുണ്ടെങ്കിൽ അവളുടെ ബർത്ത് സ്റ്റോണിനെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. അതിൽ നമ്മുടെ ഹീറോയുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ തന്റെ സഹോദരൻ വധിക്കപ്പെട്ടു എന്ന്, രാജാവിന്റെ കൈകളാൽ വധിക്കപ്പെട്ടു എന്ന് നമ്മുടെ ഹീറോയുടെ മനസ്സിൽ ഇതിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ചിയു പറയുന്ന ഒന്നും ശ്രദ്ധിക്കുന്നതേ ഇല്ല. അവിടെ ആ രാജാവിനെ പുകഴ്ത്തിയും ഒക്കെ പറയുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ആ രാജാവിനോട് ദേഷ്യം കൂടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ചോദിക്കുകയാണ്, നിന്റെ ആരെങ്കിലും പ്രിയപ്പെട്ട ഒരാളെ രാജാവ് വധിച്ചു കഴിഞ്ഞാൽ നീ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഹീറോയും ചേട്ടനും തമ്മിലുള്ള സംഭാഷണമാണ് ഓർമ്മയിൽ നിൽക്കുന്നത്. അതായത് ചേട്ടൻ കൊട്ടാരത്തിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ എന്താ ഇത്ര ആത്മാർത്ഥമായിട്ട് പോകുന്നല്ലോ, ആരാണ് കൊട്ടാരത്തിൽ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഏത് പെൺകുട്ടിയാണെന്ന് നമ്മുടെ ഹീറോ ചോദിക്കുന്നത്. അതിന് നമ്മുടെ ഹീറോയുടെ ബ്രദർ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടെന്നും അവൾ സുന്ദരിയാണെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഇത് ആരാണെന്ന് മാത്രം അറിയത്തില്ല, ഈ ഓർമ്മയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ചിയു ആണെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് വീണ്ടും ഇവനോട് ചോദിക്കുകയാണ്, എന്താ ഞാൻ പറഞ്ഞതിനെ പറ്റി ഒന്നും അഭിപ്രായം പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതേസമയം ഹീറോ മനസ്സിലാക്കുകയാണ്, അവന്റെ സഹോദരൻ യുദ്ധകളത്തിലല്ല മരിച്ചത് എന്ന് മനസ്സിലാക്കാം, നീ ആഹാരം കഴിച്ചു കിടന്നുള്ളൂ, ഞാൻ പോകുകയാണെന്ന് പറഞ്ഞ് എണീക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ വന്നിട്ട് പിടിച്ചിട്ട് ചോദിക്കും, അവനെ പിടിച്ചിട്ട് ചോദിക്കും, ഞാൻ പറഞ്ഞതിന് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊന്നും മിണ്ടാതെ പോവുകയാണ് ചെയ്യുന്നത്. പിന്നത്തെ സീനിൽ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരനെ അടക്കിയ സ്ഥലത്ത് വന്നിട്ട് അവിടെ നിന്ന് ഒരുപാട് മദ്യപിക്കുകയാണ് ചെയ്യുന്നത്. അവിടേക്ക് നമ്മുടെ ഹീറോയുടെ ഏറ്റവും അടുത്തൊരു കൊളീഗ് ഉണ്ടല്ലോ, അദ്ദേഹം വന്നിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഈ ഫോർമുലൊന്നും വേണ്ട, വാ എൻ്റെ കൂടെ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അവിടെ നിന്ന് മദ്യപിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയുള്ള സീൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയെ നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടേക്ക് തായു വരുന്നുണ്ട്. അതിനും പറയുന്നുണ്ട്, നേരം വൈകാറായല്ലോ, നീ ഇപ്പോഴെന്താ ഉറങ്ങുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അതിനും ചോദിക്കുകയാണ് തായുവിനോട്, അയാൾ തിരിച്ചു വരുമോ, എന്നോട് കൊണ്ടുപോകുമോ, എൻ്റെ ബർത്ത് സ്റ്റോണിനെ പറ്റി അറിഞ്ഞപ്പോൾ ഇനി എന്നെ തിരിച്ചു കൊണ്ടുപോകുമോ എന്നൊക്കെ തിരക്കിയാണ്. അതിന് തായു പറയാണ്, ഞാൻ തന്നെ ബർത്ത് സ്റ്റോണിൻ്റെയൊക്കെ ഇത് കണ്ടപ്പോഴല്ലേ വിശ്വസിച്ചത്, അതുകൊണ്ട് വിശ്വസിക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ വെളിയിലോട്ട് നോക്കിയിരിക്കുകയാണ്. അന്നേരം നമ്മുടെ ഹീറോ അങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഓടി അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ നാണിച്ചിട്ട് പറയുന്നുണ്ട്, ശരി നിന്നെ ഞാൻ നാളെ വന്ന് കൊണ്ടുപോകാം, നാളെ നിന്റെ ബർത്ത്ഡേ അല്ലയോ, നീ റെഡി ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവനിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹീറോയിൻ്റെ മുഖത്തൊരു നാണത്തോടെ നിൽക്കുന്ന ഒരു സീനാണ്. അത് നല്ല ക്യൂട്ടായിട്ടുണ്ടേ.
നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകുന്നു. അതിപ്പം നമ്മുടെ ഹീറോയിൻ പറയാണ് ശരിക്കും നമ്മുടെ ഹീറോയിനെ മിസ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. അവിടേക്ക് തായി വന്നിട്ട് നമ്മുടെ ഹീറോയിനെ കളിയാക്കിയാണ് ചെയ്യുന്നത്. അവിടെ കാണുന്നുണ്ടെങ്കിൽ കുറേ തോഴിമാർ വന്നിട്ട് അതായത് നമ്മുടെ ജനറൽ കൊണ്ടുവന്ന ഡ്രസ്സാണ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജനറൽ അവൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഡ്രസ്സാണെന്ന് പറയുമ്പോൾ പിന്നെ തായും ചീയും കൂടി അത് തുറന്നിട്ട് ആ ഡ്രസ്സ് അവൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ ക്യൂട്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പുറത്ത് നിന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ചെയ്യുന്നത്. അവിടേക്ക് ലൂജി വന്നിട്ട് നമ്മുടെ ഹീറോയോട് ചോദിക്കുന്നുണ്ട് എല്ലാം ഭംഗിയായി നടന്നോ എന്ന് ചോദിക്കുമ്പോൾ ഒരു സംശയവും ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൾ സേഫ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഹീറോയുടെ കൊളീഗ് പറയാണ് കൊലയാളികളെല്ലാം അവളെ അട്രാക്ട് ചെയ്യും, അത് തരത്തിലുള്ള ഡ്രസ്സാണ്, അവളെ ഇവിടെ ഇരുട്ടത്ത് നിന്നാലും അവളെ തിരിച്ചറിയാൻ കൊലയാളികൾക്ക് കഴിയുമെന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ഹീറോ പറയാണ് അവൾ സേഫ് ആയിരിക്കണം, അവൾക്ക് ഒരു ആപത്തും വരാൻ പാടില്ല, അവിടെ വെച്ച് നമുക്ക് കൊലയാളികളെ പിടിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സീനാണ്. അതായത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ വെച്ചൊരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് കൊലയാളികളെ പിടിക്കാൻ. ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ കൊടുത്ത ഡ്രസ്സ് വളരെ സന്തോഷത്തോടെ ധരിക്കാൻ പോകുന്ന ഒരു സീനാണ്. നമ്മുടെ ഹീറോയിന് എന്തെങ്കിലും ആപത്ത് പറ്റുമോ, അവളെ സേഫ് ആയിട്ടിരിക്കണം, അവളെ രക്ഷിക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ നിൽക്കുന്നതാണ്. അങ്ങനെയാണ് ആ എപ്പിസോഡ് വൈൻഡപ്പ് ആവുന്നത്. അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ തിരിച്ചറിയുമോ ഇത് നമ്മുടെ ഹീറോയുടെ ചതിയാണെന്ന്, അവനെ വെറുക്കുമോ എന്നൊക്കെയുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാനും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്താണ് ഇഷ്ടമായെന്ന് വെച്ചാൽ അത് കമന്റായിട്ട് ടൈപ്പ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സൈനിങ് ഓഫ് നിഷ രാജ്.